സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾ വിശ്വാസത്തിൽ ശക്തിപ്പെടുകയാണ്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പരീക്ഷ നിങ്ങളെ കൊള്ളാകുന്നവരാക്കി തെളിച്ചെടുക്കുകയാണ്. അതെ, നിങ്ങൾ വിശ്വാസത്തിൽ തെളിഞ്ഞു വരികയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ യേശു കർത്താവിൻ്റെ ആലോചന പ്രകാരം അക്കരയ്ക്ക് പോക എന്ന ശബ്ദത്തോട് പ്രതികരിച്ച് പടകിൽ കടലിൽ യാത്ര ചെയ്യുമ്പോൾ ശക്തമായ കാറ്റ്, വലിയ തിര പടകിനോട് ആഞ്ഞടിച്ചു. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഭൂരിഭാഗം പേരും മുക്കുവന്മാരാണ്. അവരൊക്കെ പടകിനെ നിയന്ത്രിക്കുവാൻ സമർത്ഥരാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ അവർ കണ്ടിട്ടില്ലാത്ത വലിയ തിരകൾ, വലിയ കാറ്റ് അവരെ പടകിനോട് ആഞ്ഞടിക്കുകയാണ്. അങ്ങനെ ഒരു കാറ്റ് ആ പടകിനോട് ആഞ്ഞടിച്ചപ്പോൾ അവർ ചിന്തിച്ചത് അവർ നശിച്ചു പോകുന്നു എന്നാണ്. അങ്ങനെയാണ് അവർ ചിന്തിച്ചത്. എല്ലാം അവസാനിക്കുന്നു, ഞങ്ങൾ നശിച്ചു പോകുന്നു. കാരണം തിര തള്ളിക്കയറി, പടകിൽ വെള്ളം കയറി, അടുത്ത നിമിഷം പടക് മുങ്ങുമെന്ന് തോന്നത്തക്കവണ്ണമുള്ള ഒരു വലിയ പ്രതിസന്ധിയെ അവർ അഭിമുഖീകരിച്ചു. ഈ പരീക്ഷയിൽ അവർ തകരുകയാണ്, അവർ അവസാനിക്കുകയാണെന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെട്ട് അവർ ഗുരുവിനെ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഒരു ഭാഗത്ത് സംഭവിക്കുമ്പോൾ യേശു കർത്താവ് ആ പടകിൻ്റെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയാണ്. കർത്താവ് ഇതൊന്നും കാണാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ അല്ല. കർത്താവിന് നന്നായിട്ടറിയാം, താൻ സൃഷ്ടിച്ച കടല്, താൻ സൃഷ്ടിച്ച തൻ്റെ സൃഷ്ടികൾ ഒരിക്കലും സൃഷ്ടാവിന് മീതെ കവിയത്തില്ല. അവനെ മുക്കുവാനുള്ള അധികാരമൊന്നും ഈ ഭൂമിയിൽ ഒരു ശക്തിക്കുമില്ലെന്ന് നന്നായി അറിയുന്നവൻ വിശ്രമിക്കുകയാണ്, ഉറങ്ങുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് വിശ്വാസത്തിൻ്റെ സ്ഥിരതയോടെ പടകിലുണ്ട്. എന്നാൽ ശിഷ്യന്മാരുടെ വിശ്വാസ ജീവിതത്തിന് ഒരു ക്ഷയം വന്നിരിക്കുകയാണ്. നശിച്ചു പോകുന്നു എന്ന ചിന്ത. അവർ യേശുവിനെ ഉണർത്തിയപ്പോൾ യേശു കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങുക, അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവർ കണ്ടത് കാറ്റ് അടങ്ങി, കടൽ ശാന്തമായി. തങ്ങൾ നശിച്ചു പോകുന്നു എന്ന് ചിന്തിച്ചെടുത്ത് അവർ സന്തോഷത്തോടെ ആഗ്രഹിച്ച തുറമുഖത്തെത്തി. അവരുടെ അകത്തൊരു വലിയ ബോധ്യം ദൈവം കൊടുത്തു. യേശു പടകിലുണ്ടെങ്കിൽ, എന്നെ വിളിച്ച ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ഈ ഭൂമിയിലെ ഒരു പ്രതിസന്ധിക്കും എന്നെ തകർക്കാൻ കഴിയില്ല. നശിച്ചു പോകുന്നു എന്നാണ് ആദ്യം ചിന്തിച്ചതെങ്കിൽ ഇപ്പോൾ അവർ പറയുന്നത് യേശു ഉള്ള പടക് മുങ്ങുകയില്ലെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ പരീക്ഷയിൽ ദൈവം നിങ്ങളെ കൊള്ളാകുന്നവരായി തെളിച്ചെടുക്കുകയാണ്. നിങ്ങൾ വിശ്വാസത്തിൽ സമ്പന്നരാകാൻ പോവുകയാണ്. നിങ്ങൾ സാക്ഷ്യത്തോടെ പുറത്തു വരാൻ പോവുകയാണ്. ഈ പരീക്ഷ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വർധനവിനാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പരീക്ഷ സന്തോഷമെന്ന് എണ്ണുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുള്ളപ്പോൾ നമ്മെ തകർക്കുവാൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, പിതാവ് എനിക്ക് തന്നതിനെ ഒന്നിനെയും ഞാൻ തള്ളിക്കളയത്തില്ല. യേശു വീണ്ടും ആവർത്തിച്ചു, എൻ്റെ അടുക്കൽ വന്നവർ, എൻ്റെ ശബ്ദം കേട്ടവർ, എന്നെ അനുഗമിക്കുന്നവർ, അവർ ഒരു നാളും നശിച്ചു പോകില്ല. പിതാവ് എനിക്ക് തന്നതിൽ ഒന്നിനെയും കളയാതെ
ഞാൻ ഒടുക്കത്തെ നാളിൽ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതെ, യേശു കർത്താവ് നമ്മെ വിളിച്ചത് നിത്യതയിൽ കൊണ്ടുപോകാനാണ്. നമുക്ക് വേണ്ടി ഒരു ഭവനം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ വീട്ടിലെത്തുന്നത് വരെ നമ്മെ തകർക്കുവാൻ ഈ ഭൂമിയിൽ ഒരു പരീക്ഷയ്ക്കും സാധ്യമല്ല. വിശ്വസിക്കുക, വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.